സഹായകനായി കൂടെ ഇരിക്കുന്ന ദൈവമാണ്. കാത്തിരിക്കുന്നതിൽ ദൈവത്തിന്റെ സഹായം ലഭിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. കാത്തിരിപ്പിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും സഹായവും പരിചയം ലഭിച്ചവരാണ് ഹല്ലേലൂയ അബ്രഹാമും ഇസഹാക്കും. 25 വർഷക്കാലം അബ്രഹാം കാത്തിരുന്നു ഒരു മകന് വേണ്ടി. അവന്റെ ജീവിതയാത്രയിൽ ദൈവം ഇടപെട്ടു, ദൈവം സഹായകനായി കൂടെ നിന്നു. 19 വർഷം ഇസഹാക്ക് കാത്തിരുന്നു ഒരു തലമുറയ്ക്ക് വേണ്ടി. അവളുടെ ജീവിതയാത്രയിൽ ജീവനകാര്യത്തിൽ യഹോവയാകുന്ന ദൈവം സഹായമായി ഇറങ്ങി വന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവത്താൽ രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് യഹോവയാകുന്ന ദൈവം സഹായകനായി കൂടെയിരിക്കും. ദൈവത്താൽ വിളിക്കപ്പെട്ട തന്റെ ഭക്തന്മാർക്ക് യഹോവയാകുന്ന ദൈവം സഹായകനായി പരിചയമായി കൂടെ ഉണ്ടാകും. ജീവിതത്തിൽ ഏതവസ്ഥയിലൂടെ കടന്നുപോയാലും, ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ കടന്നു വന്നാലും, ആരും നമ്മെ സഹായിക്കുവാനില്ലെങ്കിലും, എല്ലാവരും നമ്മൾ ഒറ്റപ്പെട്ടാലും, ഏകനായി ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടി നീതിയോടുകൂടി നിൽക്കുവാൻ തയ്യാറാണോ? നിന്റെ ജീവിതയാത്രയിൽ, നിന്റെ ജീവനകാര്യങ്ങളിൽ യഹോവയാകുന്ന ദൈവം ഇടപെടുമെന്നുള്ളതിന് മാറ്റമില്ലാത്ത കാര്യമാണ്. ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയാലും, യഹോവയുടെ സഹായവും യഹോവയുടെ പരിചയം, യഹോവയുടെ കൃപയും യഹോവയുടെ മഹത്വവും, യഹോവയുടെ സങ്കേതവും യഹോവയുടെ കോട്ടയും, യഹോവയുടെ ശാശ്വതമാകുന്ന ഭുജങ്ങളും നമ്മോട് കൂടെ ഉണ്ടാകുമെന്ന് വാക്കു പറഞ്ഞവൻ വൃഥാ വാക്കു പറഞ്ഞവനല്ല. നമ്മുടെ പിതാക്കന്മാരുടെ ജീവിത അനുഭവങ്ങൾ ഒന്നായി നിങ്ങൾ പിറകോട്ടിറങ്ങി ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവത്തിന്റെ സഹായവും ദൈവത്തിന്റെ പരിചയം എത്രമാത്രം ആഴത്തിൽ നമ്മൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞു എന്നുള്ളത്. ഞങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ യഹോവയുടെ സഹായം ഞങ്ങൾക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുടുംബപരമാകുന്ന ജീവിതത്തിൽ ഞങ്ങൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്. സഭാപരമാകുന്ന ജീവിതത്തിൽ ദൈവത്തിന്റെ സഹായം ലഭിച്ചിട്ടുണ്ട്. നന്ദി അപ്പ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് യഹോവയാകുന്ന ദൈവം മറുപടി നൽകിയത് ദൈവത്തിന്റെ സഹായവും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ കരുണയും ഒന്ന് മാത്രമാണ്. ദേശത്ത് ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. ദേശത്തിലെ നന്മകൾ ഞങ്ങൾ അനുഭവിക്കുന്നത് ദൈവത്തിന്റെ സഹായവും കൃപയും ഒന്നുകൊണ്ട് മാത്രമാണ്. എല്ലാത്തിനുമായിട്ട് ആയിരം നന്ദി, ആയിരം നന്ദി അപ്പ. ദൈവത്തെ ഞങ്ങൾ വാസ്തവമായി സേവിക്കുന്നു. ഞങ്ങൾക്കൊരു രാജാവുണ്ട്, അത് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ഏറി വന്നുകൊള്ളട്ടെ. ഏതെല്ലാം കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയാലും, ഏതെല്ലാം അവസ്ഥയിലൂടെ കടന്നുപോയാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, ഈ ദൈവത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം വിജയകരമായി ചെയ്തെടുക്കുവാൻ കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ദൈവജനത്തെ അനുഗ്രഹിക്കണമേ. വചനത്താൽ കർത്താവ് അവരെ ബലപ്പെടുത്തണമേ. അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും സഹായം അറ്റുപോയി നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ചില ഇടപെടലുകൾ കർത്താവ് അവർക്ക് വേണ്ടി നടത്തണമേ. സഹായമായി ഇറങ്ങി വരണമേ. പരിചയ അവരുടെ കൂടെ ഇരിക്കണമേ. ആത്മീയവും ഭൗതികമാകുന്ന മണ്ഡലങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. നന്മകളാലും അനുഗ്രഹങ്ങളാലും കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ, എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവൻ ഇന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവൻ ഇന്നുമെന്നും മതിയായവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനങ്ങൾ, നമുക്ക് വേണ്ടുന്നുള്ള ദൈവത്തിന്റെ വചനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഞാൻ ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിദാസൻ ഹല്ലേലൂയ നമ്മുടെ വിഷയങ്ങളെ ഹല്ലേലൂയ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ഹല്ലേലൂയ സ്തോത്രം, കൃപയുടെയൊക്കെ ഭവനത്തിൽ പ്രിയപ്പെട്ട മാതാവ് ഒറ്റയ്ക്ക് ഇരുന്ന് വർഷങ്ങളോളമായി ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മക്കളുടെ നന്മയ്ക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണ് കുറച്ചൊരു ആ കണ്ണുനീര് മാറിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഓർക്കണം, വർഷങ്ങളോളമായി ദൈവത്തോട് നിലവിളിക്കുന്ന വിഷയങ്ങൾ സ്തോത്രം ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ പരിഹാരം നൽകണം. പ്രിയപ്പെട്ട പ്രൈസ്റ്റോ ഹല്ലേലൂയ സ്തോത്രം തന്റെ 2 വർഷത്തിന് മുമ്പേ തന്റെ പിതാവ് ലോകം വിട്ടു പോകുവാനിടയായിരുന്നു. 2 സഹോദരിമാർ, അത് മാത്രമല്ല ആ പ്രിയപ്പെട്ടതായ സഹോദരി സ്തോത്രം ഹല്ലേലൂയ അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തെ വിശ്വസ്തയോടെ പ്രിയപ്പെട്ട കുടുംബം നിൽക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ട മാതാവ് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. ദേശത്തിൽ വിവിധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ളവർ പോലും തനിക്ക് അന്നുവരെ അനുകൂലമായിരുന്നവർ പലരും പിതാവിന്റെ വേർപാടിൽ പിന്നെ ആരും ചോദിക്കാൻ പറയാനില്ല എന്നുള്ള കാരണം കൊണ്ട് എല്ലാവരും ചോദിക്കുവാനും വ്യത്യസ്തമായ രീതിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങി. ആ പ്രിയപ്പെട്ട മാതാവ് ദൈവസന്നിധിയിൽ നിലവിളിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. എന്റെ പ്രിയപ്പെട്ട മകൻ അവിടെയായിരുന്നു, ആ ഭവനത്തിലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്ത് ചെയ്യണമെന്ന് പകച്ചിരുന്നത് പോലെ ഇന്ന് പകൽക്കാലം ദൈവദാസൻ പറഞ്ഞപ്പോൾ ഞാൻ ആഴമായി ചിന്തിക്കുവാനിടയായിരുന്നു. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പ്രിയപ്പെട്ട മകനെ ഈ ദേശത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചപ്പോഴും ദൈവം തനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു കരം ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഓർക്കണം. ഈ ദൈവവചനം പറയുമ്പോൾ തന്നെ ഓരോ വ്യക്തികളെ നന്നായി അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നീ ഒറ്റയ്ക്കാകണം, ആകുമ്പോൾ നിന്നോടുള്ള ദൈവസാന്നിധ്യം തിരിച്ചറിയുവാനിടയായിത്തീരും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇന്ന് പകലൊരു പക്ഷേ പ്രിയപ്പെട്ട മകൻ ഒരു വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ ഞാൻ നിശ്ചയമായിട്ട് പറയുന്നു, ഈ ദൈവം നമ്മുടെ ദൈവമാണ്. പരീക്ഷകൾ നമ്മെ നടത്തിയാൽ നമ്മെ തള്ളിക്കളയാത്തൊരു ദൈവമാണ്. കഴിഞ്ഞ നാളുകൾ നമ്മെ അത്ഭുതകരമായി നടത്തിയതിനും ഒറ്റയ്ക്കായതിനൊക്കെ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പിതാവില്ലാത്തവർക്ക് പിതാവായി ഹല്ലേലൂയ താങ്ങായി എന്റെ സ്വർഗ്ഗത്തിലെ ദൈവം ഈ കാലഘട്ടത്തിൽ അത്ഭുതകരമായി നടത്തുന്ന ദൈവമാണെന്ന് കഴിഞ്ഞ നാളുകൾ അനുഭവിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് നമ്മൾ ഹൃദയംഗമായി പറയണം, അപ്പാ എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചതെല്ലാം അപ്പന്റെ ഹിതമല്ലാതെ ഒന്നുമില്ല കർത്താവേ. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു നിന്നപ്പോഴും മാറി നിന്ന് കരഞ്ഞപ്പോഴും പലപ്പോഴും ഉറക്കത്തിൽ പോലും പറയുന്നത് പോലെ നമ്മുടെ കിടക്ക മുഴുവൻ നനച്ച പല സാഹചര്യം ഉണ്ടായിരുന്നു. എന്റെ മാതാവും ദേശത്തിൽ നിന്ന് പലപ്പോഴും കരയുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ഓർക്കണം, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒറ്റയ്ക്കായിരുന്നാൽ നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മോടുകൂടെ ഒരിക്കലും മയങ്ങാത്ത ഉറങ്ങാത്ത അന്ത്യവരെയും കൈവിടാത്ത ദൈവമാകയാൽ വിശ്വാസത്തോടെ യാത്ര മുന്നോട്ട് പോകാം. നമ്മുടെ സകല ജീവിത കാര്യങ്ങളിൽ നമ്മുടെ യാത്രകളിൽ നമ്മോട് കൂടെയുള്ളവൻ അവൻ അന്ത്യം വരെ നടത്തുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓർക്കണം, ആ ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുമ്പോൾ ഇനി മുൻപോട്ടുള്ള ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന സാഹചര്യം കടന്നു വന്നാൽ ഭാരപ്പെടേണ്ട, എന്റെ ദൈവം അറിയാതൊന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ കണ്ണുകളോട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. എല്ലാവരുടെ തലകൾ മടക്കി ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുവാനിടയായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവിക സാന്നിധ്യം തിരിച്ചറിയുവാനിടയായി തീർന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ ആലയത്തിനുള്ളിൽ ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. നിശ്ചയമായിട്ട് ഈ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ഓർക്കണം, നമ്മെ അന്ത്യം വരെ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. പലപ്പോഴും ഹല്ലേലൂയ കൂടെയുള്ളവർ തകർന്നു പോകുമ്പോൾ, പ്രതീക്ഷയറ്റിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഏറ്റവും അധികം ബലമായിരുന്നവർ പലരും ലോകം വിട്ടു പോകുമ്പോൾ, നമുക്ക് ഏറ്റവും അധികം ബലമായി നിന്നവർ നമ്മെ വിട്ട് മാറി അകലുമ്പോൾ, നമ്മോട് കൂടെ നിൽക്കേണ്ടവർ പലരും മാറി നിൽക്കുമ്പോൾ, നമ്മെ സഹായിക്കേണ്ടവർ പലരും മാറി നിന്ന് നമ്മെ ഹല്ലേലൂയ ഹാസ്യപ്പെടുത്തുമ്പോൾ, ഇന്ന് പകൽക്കാലം ഓർക്കണം, ഒരിക്കലും നമ്മെ കൈവിടാത്ത നമ്മുടെ ജീവിതകാര്യങ്ങളിൽ
എല്ലാമേൽ നമ്മോടുകൂടെയുള്ള ആ കർത്താവിന്റെ സ്നേഹത്തെ ഒരു നിമിഷം ഒന്ന് ഓർക്കാമോ? എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയാൻ പറ്റും, അപ്പാ എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, ഞാൻ ഭയപ്പെടത്തില്ല. ഇന്ന് പകൽക്കാലം വചനത്തിന് മുമ്പാകെ നമ്മെ സമർപ്പിച്ചാട്ടെ. ആ വചനം നമുക്ക് ഏറ്റുപറയാം. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ വചനങ്ങളൊക്കെ യൂട്യൂബുകളിലൊക്കെ ഉണ്ട്. നിശ്ചയമായിട്ട് ഞാൻ ലിങ്ക് അയച്ചു തരാം. എല്ലാവരും വചനം പിന്നെയും നമ്മളിത് കേട്ടുകൊണ്ടിരിക്കണം. ദൈവവചനം ഹല്ലേലൂയ ഭവനങ്ങളിൽ അത് മുഴങ്ങിക്കൊണ്ടിരിക്കണം. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് പിന്നെയും മനസ്സിലാക്കി ആത്മാവിൽ ബലപ്പെടുവാനിടയായി തീരട്ടെ. അതിനായി നമുക്ക് സമർപ്പിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഇന്ന് പകൽക്കാലം കർത്താവേ ഹല്ലേലൂയ പുതുതായി കർത്താവേ 2 കുടുംബത്തിലുള്ളവർക്ക് വരുവാൻ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് കർത്താവ് പ്രിയയുടെ റോഷനെ, പ്രിയയുടെ ആൻജിസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പ്രിയയുടെ പ്രൈസ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ സമൃദ്ധി ദൈവം അനുഗ്രഹിക്കണം. ഇന്ന് അവർ അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ദൈവം അവരെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവേ UK-യിൽ കർത്താവെ വന്നിട്ട് ചില മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഹല്ലേലൂയ ഗവൺമെന്റ് പരമായി കർത്താവെ ഹല്ലേലൂയ ദൈവമേ അവർക്ക് ജോലി ദൈവം ദാനമായി നൽകി. അത് ദൈവത്തിന്റെ കരുതലാണ് കർത്താവെ. ദൈവമേ കർത്താവെ ആയിരുന്ന സ്ഥലത്ത് ഒരു വലിയൊരു തകർച്ച സംഭവിച്ചപ്പോൾ പലപ്പോഴും ഒതുങ്ങിപ്പോയ സാഹചര്യത്തിലും അവിടെയും തകർത്തതിന്റെ ഉദ്ദേശം യൂറോപ്പിൽ അവർ സെറ്റിൽ ചെയ്യാനാണെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവെ, ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട വചനം പോലെ എന്റെ ദൈവം എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു മനസ്സിലാകുന്നുവെങ്കിൽ ദൈവം ഒരു സമൃദ്ധി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും അപ്പന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. പകൽക്കാലം കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പാകെ ഞങ്ങൾ ആഴമായി ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അപ്പന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന യാചന കേട്ടവയ്ക്കായി സ്തോത്രം. സകലതും അപ്പന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്കായി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം പാസ്റ്റർ.